ഹായ് ഹലോ ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും എൻ്റെ ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ ഏറ്റവും നല്ലൊരു തുടക്കമാണ് അല്ലേ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല ഗുണങ്ങളിൽപ്പെട്ട ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മിനി വ്ളോഗ്, അതായത് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ആയിക്കൊണ്ട് ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ രാവിലത്തെ നമ്മളുടെ മോർണിംഗ് ആക്ടിവിറ്റീസിലെ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രാർത്ഥന തന്നെയാണല്ലേ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസത്തിൻ്റെയും സ്റ്റാർട്ടിങ് ഒരു പ്രാർത്ഥനയിലൂടെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ രാവിലത്തെ എൻ്റെ മോർണിംഗ് ആക്ടിവിറ്റീസിൽ ഞാനിപ്പോൾ കുറച്ച് നേരത്തേക്ക് നടത്തം കൂടി ശീലമാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതാണ്. അപ്പോൾ രാവിലത്തെ ആ ഒരു ജോഗിങ് എന്ന് പറയുന്നത് നല്ല രസമാണ്. ആദ്യമൊക്കെ ഒരു പേടിയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് നടക്കാനൊക്കെ കൂട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു എൻജോയ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടില്ല. ആ ഒരു ടൈമാണ് ഞാനിതിനു വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അവർ എഴുന്നേൽക്കുമ്പോഴേക്കും എനിക്ക് തിരിച്ചെത്താം. ഏകദേശം ഒരു 5:45 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഞങ്ങൾ കുറച്ചങ്ങ് നടന്ന് കഴിയുമ്പോഴേക്കും അത്യാവശ്യം വെട്ടമൊക്കെ വന്നിട്ടുണ്ടാവും. പേടിക്കൊന്നും വേണ്ട. അപ്പോൾ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റീസിൽ ഈ ഒരു ശീലം കൊണ്ടുവന്നത് ഒരുപാട് എനിക്ക് എന്താ പറയുക, മുമ്പേ ഈ ഒരു ശീലം വേണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അത്രത്തോളം നമ്മൾ ഹെൽത്തൊന്നും ശ്രദ്ധിക്കാതെ ആയിരുന്നു ഇത്രത്തോളം നമ്മുടെ ഫുഡാണെങ്കിലും ആക്ടിവിറ്റീസ് എന്താണെങ്കിലും. അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് ലോസ് ആണ് ഇപ്പോൾ നമ്മൾ മെയിൻ പ്രാധാന്യം. ഞാനിപ്പോൾ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നടക്കുന്ന ഒരു ടൈമിൽ എടുക്കുന്ന വീഡിയോയാണ്. അധികം എന്താ പറയുക, വെട്ടമൊന്നും ഇല്ലാത്ത കാരണം ചെറിയൊരു ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ ഞാൻ നടന്നതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം തിരിച്ച് വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെട്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ വീടെത്താറായി. ആ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനത് ഷൂട്ട് ചെയ്യാൻ ഒരു പ്രത്യേക കാരണം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീട്ടിലേക്ക് വരുന്നോണ്ടിരുന്ന സമയത്ത് നമ്മുടെ വീട് ഏകദേശം ഒരു പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ ഒരുപാട് കിളികളുടെ കിളിനാദങ്ങളെന്നൊക്കെ പറയില്ലേ, അതുപോലെ കിളിനാദങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ നടക്കുക, അല്ലെങ്കിൽ ഏറ്റവും അതിരാവിലെ എഴുന്നേൽക്കുക, മോർണിംഗ് ആക്ടിവിറ്റീസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല, പക്ഷെ ഞാൻ ഒരു എന്താ പറയുക, കുറേ കിളികളുടെ കുയിലിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്, കുറേ കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്നൊക്കെ പറയുന്നത് ഇത്രയും എനർജറ്റിക്കായൊക്കെ തുടങ്ങാൻ പറ്റുകയെന്ന് തന്നെ നമ്മുടെ ഒരു ഫുൾ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ എന്താ പറയുക, കടുപ്പത്തിലൊരു ചായ എന്ന് പറയുന്നത് പോലെ തന്നെ കടുപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചായയിൽ. അപ്പോൾ കടുപ്പത്തിൽ ഞാനൊരു ചായ എടുത്തിട്ടുണ്ടായിരുന്നു. ഡയറ്റ് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഞാനിതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മളുടെ ചോറ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അത്യാവശ്യം എല്ലാ രീതിയിലും അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫുഡിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ പോകുന്നത്. എങ്കിലും ആ മോർണിംഗ് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചൂട് ചായ ഇതുപോലെ കുടിക്കുന്നത് തന്നെയായിരിക്കും. പിന്നെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് ഏത്തപ്പഴമായിരുന്നു. അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി ഉച്ചക്കത്തേക്ക് എന്താ പറയുക, ലഞ്ചിന് കുട്ടികൾക്ക് ഫുഡ് കൊടുത്ത് വിടണം. പിന്നെ നമുക്കും ഫുഡൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലഞ്ച് എന്നുള്ള രീതിയിൽ ചീരയിലയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക റെസിപ്പി എന്ന് പറയുന്നതും നമ്മുടെ ചീരയില തന്നെയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ചീരയിലയാണ്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ടാണെന്ന് ഒലത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുട്ടയും കൂടിയാണ് പൊരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോന് ഞാനിങ്ങനെ അവനെപ്പോഴും പറയാറുള്ളത് പൊതിച്ചോറ് വേണം എന്നാണ്. കാരണം നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുമ്പം അതവർക്ക് താല്പര്യമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പൊതിച്ചോറാണ് മിക്ക ദിവസങ്ങളിലും കെട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വാഴയിലയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് കെട്ടുന്ന സമയത്താണെങ്കിലും പിന്നീടുള്ളൊരു നൊസ്റ്റാൾജിക് എന്നൊക്കെ പറയുന്ന പോലെ പിന്നീടൊരു ഓർമ്മയിലാണെങ്കിലും നല്ല രസമായിരിക്കും അല്ലേ. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പൊതിച്ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറയുന്നത് ഇതെല്ലാം മിസ്സിങ് ആയിരിക്കും അവർക്ക് പിന്നീടെന്ന് പറയുന്നത്.
ഓക്കെ, പിന്നെ ഇന്നലത്തെ കുറച്ച് ഫ്രൈഡ് റൈസും അതുപോലെ ചില്ലി ചിക്കനും ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്നൊന്ന് പോയി കാണുക. പിന്നെ എനിക്കിഷ്ടമുള്ള എന്താ പറയുക, നമ്മളുടെ ചോളം ഇതുപോലെ പുഴുങ്ങിയിട്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പം ചോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളുടെ അടുക്കളയിലെ കുറച്ച് തിരക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മളെല്ലാം ഒന്ന് സിറ്റ് ഔട്ടൊക്കെ ഒന്ന്, ചെടികളൊക്കെ നിൽക്കുന്നത് കാരണം തന്നെ അവിടെ കുറേ ഇലകളും കാര്യങ്ങളൊക്കെ എപ്പോഴും കിടക്കുന്നുണ്ടാവും. സോ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു സമയം എന്ന് പറയണത്, പൂക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പൂക്കളെന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ബൊഗൈൻവില്ല ആയിരുന്നു. സോ അത് പല കളറിലും ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഒരു വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല പോലെ പൂക്കൾ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മണി പ്ലാന്റ് ആണ് കേട്ടോ, വീടിന് അകത്ത് വെച്ചിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണത്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ അത് ഗ്രോ ആയി വരുന്നുണ്ട്. സോ അത് ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷായിട്ട് അടിപൊളിയായിട്ടിരിക്കും. മോർണിംഗ് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുമ്പം നമ്മൾ അത്യാവശ്യം എഫേർട്ട് എടുത്താണ് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. പക്ഷേ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെയാണ്, എത്ര സ്പീഡിലാണ് ചെയ്യുന്നത് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവർ എത്രയും പെട്ടെന്ന് ബസ് വരുന്നതിന് മുമ്പ് ബസ് സ്റ്റോപ്പിലെത്തിക്കുക. സോ മോന് എന്താ പറയുക, 3 പേരും സ്കൂളിൽ പോകുന്നതായതുകൊണ്ട് തന്നെ 3 ടൈമിലാണ് ഇവിടുന്ന് പോകുന്നത് കേട്ടോ. ഒരാൾക്ക് ബസ് വരുന്നു, കുഞ്ഞു മോനാണ് ബസ്സിൽ പോകുന്നത്. അപ്പോൾ അവൻ്റെ ബസ് വരുന്നതിന് മുമ്പ് അവനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തിക്കണം. പിന്നെ 2 പേര് കുറച്ച് നേരത്തെയാണ്, ഒരു 8:45 8:30 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും സ്കൂളിലേക്ക് പോവുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവരുടെ ലഞ്ചും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ട് അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സ്പീഡിലാണ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അടുക്കളയിൽ എൻ്റെ എല്ലാ പണികളും ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫുഡും കാര്യങ്ങളും എല്ലാം ആക്കി, അതുപോലെ ലഞ്ചും കാര്യങ്ങളും എല്ലാം അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ കഴിക്കുക, പോവാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് ഓഫീസിൽ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാം കുറച്ച് സ്പീഡിലാണ് നമ്മൾ ചെയ്യുന്നത്. പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഞാൻ പാത്രം കഴുകിയതിന് ശേഷം ഇതുപോലെ സിങ്ക് എപ്പോഴും ക്ലീൻ ആക്കിയിടും. അപ്പോൾ ഈ സിങ്ക് ക്ലീൻ ആക്കുന്ന സമയത്ത് ഒരു എന്തെങ്കിലും കൂടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണോ ഞാൻ സിങ്ക് ഇതുപോലെ കഴുകിയിടാം കേട്ടോ. ഈ സിങ്ക് കഴുകിയതിന് ശേഷം നമുക്ക് ആ ഒരു കൂട്, നമുക്ക് ഈ ഫുഡൊക്കെ വാങ്ങിക്കാൻ സമയത്ത് കിട്ടുന്ന ആ ഒരു ക്യൂഡില്ലേ, ആ ഒരു കിറ്റ്, അത് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു ടൈമിൽ. അതിന് ശേഷം അത് നമുക്ക് കളയാം. അപ്പോൾ ആ സിങ്കിലാവുമ്പം അത്യാവശ്യം ചെളിയും കാര്യങ്ങളും അഴുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമില്ല, നമുക്കിത് വേസ്റ്റിലേക്ക്, ഡസ്റ്റ്ബിന്നിലേക്ക് കളഞ്ഞേക്കാം. സോ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മോനെ വിട്ടിട്ട്, മക്കളെ 3 പേരെയും സ്കൂളിൽ വിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മളെപ്പോഴും ടൈം കണ്ടെത്താറുണ്ടല്ലേ. മക്കളുടെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം മാറ്റി വയ്ക്കും. പക്ഷേ ഓരോ വീട്ടിലെ അമ്മമാരും അവർക്ക് വേണ്ടിയിട്ട് ടൈം ഒരിക്കലും സ്പെൻഡ് ചെയ്യാറില്ല. ഒരമ്മയായതിനു ശേഷം അവർ മറ്റുള്ളവരെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കാറുള്ളത്. പക്ഷേ കുറച്ച് സമയമൊക്കെ നമ്മളുടേതായ കുറച്ച് കെയറിങ്ങിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ, ഈ മിനി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.